ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നജ്ല ഷാൻ പലർക്കും അറിയുന്നുണ്ടായിരിക്കും. അവർ ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ട്. എത്ര വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് അവരുടെ ആദ്യകാല വീഡിയോ കറക്റ്റായിട്ട് കാണാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു 3-4 വിവാഹം ആദ്യം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എന്തായാലും അവരുടെ ഹസ്ബൻഡ് ഷാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ എല്ലാ വിവാഹത്തിലും അവർക്ക് കുട്ടികളുണ്ട്. ആദ്യത്തെ വിവാഹത്തിലൊരു കുട്ടി, രണ്ടാമത്തെ വിവാഹത്തിൽ എന്തോ 1-2 കുട്ടി, അങ്ങനെ അവർക്ക് 3 കുട്ടികൾ ഓൾറെഡി ഉണ്ട്. പിന്നെ അവരുടെ ഏതൊരു കുട്ടി മരിച്ചു പോയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ അവര് ഗർഭിണിയാണ്. ഇപ്പൊ വിവാഹം കഴിച്ച ഷാൻ എന്ന് പറയുന്ന വ്യക്തിന്ന് അവർ ഗർഭിണിയാണ്. അപ്പൊ അവരെ കുറിച്ച് സ്ഥിരമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഈ ഷാനെ വിവാഹം കഴിക്കുന്ന സമയത്ത്, ഷാനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഷാനുമായിട്ട് അവർക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്നും അവരുടെ വീട്ടിൽ വെച്ച് മോശമായ സാഹചര്യത്തിൽ ഈ നജ്ലയുടെ വീട്ടുകാർ പിടിച്ചിട്ടാണ് ആ വിവാഹം നടന്നതെന്നും ഈ ഷാൻ വളരെ മോശം സ്വഭാവമാണ്, ഒരുപാട് മദ്യപിക്കും, മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഒരുപാട് ദുശീലങ്ങളുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷാനുമായിട്ടുള്ള ബന്ധം ഈ നജ്ലയുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആപത്താണ് എന്നുള്ള രീതിയിലൊക്കെ പലരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നജ്ല അതൊന്നും സമ്മതിച്ചിരുന്നില്ല. ഏറ്റവും നല്ല വ്യക്തിയാണ് ഷാൻ എന്തോ അങ്ങനെ പുണ്യാത്മാവാണ്, മക്കളൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്, ഇതുവരെ ഇല്ലാത്ത വാപ്പച്ചിയാണ് മക്കൾക്ക് ഷാൻ എന്നൊക്കെ ഉള്ള രീതിയിലും ഒരുപാട് ഷാനിനെ പുകഴ്ത്തിയുള്ള വീഡിയോകളും ഒക്കെ ഈ നജ്ല എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഷാനുമായിട്ട് വിവാഹം കഴിയുന്നു. പിന്നെ എന്നും ഷാന്റെ കൂടെയുള്ള വളരെ സ്നേഹം നിറഞ്ഞ വീഡിയോകൾ ഇടുന്നു, ലൈവ് ഇടുന്നു, രണ്ടുപേരും റീൽസ് ഇടുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നു. നമുക്ക് അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ആരാണെങ്കിലും ഇപ്പോൾ 1-2-3 വിവാഹം കഴിച്ചു, അതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ നല്ല ജീവിതം നയിക്കട്ടെ. കാരണം ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളുടെയൊക്കെ ഭാവി വിചാരിച്ചിട്ട് പിന്നെ വിവാഹം കഴിക്കുന്ന ആളും നന്നാവട്ടെ എന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത്. പക്ഷേ ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം വളരെ മോശമായിട്ടുള്ള വ്യക്തിയാണെന്ന്, ഫേക്ക് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്ന ഒരാളാണ് ഈ പറയുന്ന ഷാൻ. എന്തോ ബസ് ഡ്രൈവർ ആണെന്ന് തോന്നുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ബസ്സിൽ ഏതൊക്കെയോ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവീതങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പലരും വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാതെ നജ്ല പറയുന്നത് ഷാൻ വളരെ നല്ലൊരു വ്യക്തിയാണ്, ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന കാഴ്ചക്കാരെ വിഡ്ഢികളാക്കുന്ന വിധത്തിലുള്ള സ്നേഹപ്രകടനങ്ങളും വീഡിയോകളും ഒക്കെ ഈ പറയുന്ന നജ്ല ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങളെ ആ ഒരു ബന്ധം മുന്നോട്ട് പോയിട്ടുള്ളൂ. ഷാന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. നല്ല ഒന്നാന്തരം മദ്യപാനം, ഉപദ്രവം, ഈ പറയുന്ന നജ്ലയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഷാൻ എന്ന് പറയുന്നത്. നജ്ല അതിനിടയിൽ ഗർഭിണിയായിരുന്നു ഇദ്ദേഹം ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അടിക്കുക, ഇടിക്കുക, തൊഴിക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് നജ്ല തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറെ കുഞ്ഞു കുട്ടികളുണ്ട് നജ്ലയ്ക്ക്, പെൺകുട്ടിയുണ്ട്, ഒരു 10-11 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. ഈ കുട്ടികളെയൊക്കെ ഉപദ്രവിക്കാൻ സാധ്യത ഉണ്ടാവും നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പലരും ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ആളുകളെ വീട്ടിൽ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അഭിപ്രായം പറയുന്നത്. പക്ഷെ അതൊന്നും യാതൊരു വിലയും കൊടുക്കാതെ ഷാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ നമ്മളെ മുന്നിൽ കാണിച്ചു. എന്തായാലും ഒരു ദിവസം ഈ ഷാന്റെ സ്വഭാവം പുറത്തു വരുന്നു. നജ്ലയായിട്ട് ഷാൻ തെറ്റിപ്പിരിയുന്നു. അതിനുശേഷം ഈ പറയുന്ന ഷാൻ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു നജ്ലയുടെ തന്നെ വേറെ ഏതോ ഒരു ചാനലിൽ. എന്നുവെച്ചാൽ ഷാന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ നജ്ലയുടെ ഏതൊരു ചാനൽ പഴുത് കിടന്നിരുന്നു. അതിൽ ഷാൻ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വൃത്തികെട്ടൊരു ലൈവ് ഒരു ഫാമിലി വ്ളോഗറിന്റെ ഒരു ചാനലിൽ നിന്നും ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രയും മോശം ഒരു ലൈവ് ആയിരുന്നു അത്. പിന്നീട് ആ ലൈവ് റിമൂവ് ആയി പോയി തോന്നുന്നു. പക്ഷെ എത്ര മോശമാവാവോ ഒരാൾക്ക് എന്നുള്ളത് ആ ലൈവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയായിരുന്നു. നല്ല പച്ചത്തെറി വിളിച്ചുകൊണ്ടും ഈ ലോകത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് മുഴുവൻ മോശം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും എന്തൊക്കെയോ പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഷാൻ ചെയ്തൊരു ലൈവായിരുന്നു അത്. ആ ഒരു ലൈവ് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ നല്ല ചാണകം മുക്കിയ ചൂലെടുത്ത് അടിക്കും. സ്വന്തം ഭാര്യയാണെങ്കിലും അടിക്കുന്നേ പറയാനുള്ളൂ. അത്ര മോശം ലൈവായിരുന്നു അത്. എന്നിട്ട് ഈ ലൈവ് കഴിഞ്ഞുപോയി. പിന്നീട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് നജ്ല വീഡിയോയിൽ വന്നു. ഷാൻ വളരെ മോശമാണ്, മദ്യപിച്ച അങ്ങനെ ദുഷ്ടനാണ്, ക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞു. ലൈവിൽ ഷാൻ തന്നെ സ്വന്തമായിട്ട് പറഞ്ഞിരുന്നു കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു ദിവസം വെള്ളം എന്തോ ചോദിച്ച സമയത്ത് ഈ കുട്ടി പൈപ്പിൽ നിന്നും, പെൺകുട്ടി നജ്ലയുടെ മൂത്ത കുട്ടി പൈപ്പിൽ നിന്നും വെള്ളം എടുത്ത് കൊണ്ടു കൊടുത്തതിന് ഷാന് ആ വെള്ളം എടുത്തിട്ട് ഈ കുട്ടിയുടെ ചെവിയിൽ ഒഴിച്ചു എന്ന് വരെ പറഞ്ഞിരുന്നു. ആ കുട്ടി ഇതിനു മുൻപുള്ള വീഡിയോകളിൽ നജ്ല കുട്ടിക്ക് ചെവിവേദനയാണ്, ഡോക്ടറെ കാണിക്കണം എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അത് ഈ വ്യക്തി ഉപദ്രവിച്ചിട്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ സമൂഹത്തിൽ എത്രയോ വാർത്തകൾ കാണുന്നുണ്ട്. ഈ രണ്ടാനച്ഛനെ ഉപദ്രവിച്ചു, രണ്ടാനമ്മ ഉപദ്രവിച്ചു, തീ പൊള്ളിച്ചു, ആഴ്ചകളോളം പട്ടിണിക്കിട്ട് കൊന്ന കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തലയിടിച്ചിട്ട് ആ കുട്ടിക്ക് ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ പോയി, കോമ സ്റ്റേജിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന എന്തോ ഒരു ഷെഫീഖ് എന്തോ പറഞ്ഞിട്ടൊരു കുട്ടിയെയൊക്കെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്, ഇത്തരം ബന്ധങ്ങളിൽ പോയി പെടുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം, പക്ഷെ
കുട്ടികൾ ഇതിന്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇതിനെതിരെ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇത്തരം ഒരു അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് രണ്ടാനച്ഛൻ ഈ കുട്ടിയെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ രണ്ടാനമ്മ ഉപദ്രവിച്ചു, കുട്ടിക്ക് അപകടം പറ്റി, പൊള്ളി, തീപ്പൊള്ളലേൽപ്പിച്ചു, ഇങ്ങനത്തെയൊക്കെ ന്യൂസുകൾ വരുന്ന സമയത്ത് നമ്മൾ അയ്യോ എന്തൊരു കഷ്ടമായി, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അവനെ കൊല്ലണം എന്നൊക്കെ പറയുന്നതിന് പകരം ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് ഇത്തരം ബന്ധങ്ങളൊക്കെ കാണുമ്പോൾ പറയുന്നത്. അപ്പൊ എല്ലാവരും പറയും ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്, വെറുതെ പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടാൻ വേണ്ടി പറയുന്നല്ലേ. അല്ല, ഇതൊക്കെ കണ്ടിട്ട് കഷ്ടം തോന്നുമ്പോൾ കൂടിയാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ നജ്ല ഭയങ്കരമായിട്ട് ഈ ഷാനിനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട്, ഷാൻ അങ്ങനെ ഉപദ്രവാണ്, വീട്ടിലെന്നും വന്നിട്ട് തെറി വിളിക്കുന്നു, നാട്ടുകാരെ മുഴുവൻ തെറി വിളിക്കുന്നു, ശല്യമാണ്, വീട്ടുകാർക്ക് ശല്യമാണ്, വേറെ ഏതൊരു സ്ത്രീയായിട്ട് അവീതാണെന്ന് പറഞ്ഞിട്ട് കുറെ തെളിവുകൾ കൊണ്ടുവന്ന് കാണിക്കുന്നു. പിന്നീട് മദ്യപാനശീലത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ കുളിക്കാതെയും നനയ്ക്കാതെയും സ്വന്തം കാര്യം നോക്കാതെയും നടക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വളരെ മോശമായിട്ട് ആ ഷാനിനെ കുറിച്ച് നജ്ല തന്നെ സ്വന്തം ചാനലിൽ വന്ന് പറയുന്നുണ്ട്. നജ്ലയെ കുറിച്ച് സ്ഥിരമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വന്ന് പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെയാണ്, നജ്ല ഇനിയും ഷാനുമായിട്ട് കോംപ്രമൈസ് ആവും, നജ്ലേനെയും ഷാനിനെയും പല സ്ഥലങ്ങളിലും വെച്ച് വീണ്ടും കണ്ടവരുണ്ട്, ഇനിയും ഷാൻ വന്നിട്ട് കരഞ്ഞു പറഞ്ഞ് അയ്യോ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നജ്ല വീണ്ടും മനസ്സലിയുന്നും ഒക്കെ പലരും വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ നജ്ല ഈ ഷാനിനെ വിവാഹം കഴിച്ച സമയത്ത്, വിവാഹം എന്നൊന്നും പറയാൻ പറ്റില്ല, അവരെ അവീതമായ ഒരു സാഹചര്യത്തിൽ വീട്ടുകാർ കണ്ടുപിടിച്ചപ്പോൾ ഈ നജ്ല ഷാന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവിച്ചത്. വിവാഹം കഴിഞ്ഞ സമയത്ത് നജ്ല ഷാനിന് കാറ് വാങ്ങിക്കൊടുക്കുന്നു, ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നു, അങ്ങനെ അങ്ങ് സ്നേഹിക്കുകയാണ്. ഈ യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ടാവും. പിന്നെ അതല്ലാതെ തന്നെ ഈ ചാറ്റ് നടത്തുമ്പോൾ അതിലൂടെ കിട്ടുന്ന വരുമാനങ്ങൾ, അല്ലാതെ കഷ്ടപ്പാട് പറഞ്ഞിട്ട് ആളുകൾ കൊടുത്തുനിന്ന് വാങ്ങുന്ന വരുമാനങ്ങൾ, അങ്ങനെ ഈ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ കൊടുത്ത് ഷാനിനെ സന്തോഷിപ്പിച്ചിട്ടാണ് നജ്ല കൂടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാന് വേറെ വിധത്തിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ. അങ്ങനെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഒരു വ്യക്തിയെ കൂടെ നിർത്തുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിച്ചൂടെ എന്ന് ആളുകൾ ചോദിക്കുന്നതിന് എന്ത് കുറ്റാണ് പറയാനുള്ളത്? എന്തായാലും ഇതൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഇവരൊക്കെ ഇനി വീണ്ടും ഒന്നിക്കും, ഈ പറയുന്നതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞു. ഇത്രയും മോശപ്പെട്ടൊരു വ്യക്തിയായിട്ട് വീണ്ടും ഒന്നിക്കുന്ന നമുക്ക് നമ്മുടെ ലൈഫ് വെച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. എന്തിനാണ് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യൻ നമ്മളെ ലൈഫിൽ എന്നേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ നജ്ല ഈ ഷാനുമായിട്ട് വീണ്ടും കോംപ്രമൈസ് ആയി സ്വന്തം ശരീരം ഉപദ്രവിക്കുന്ന, അല്ലെങ്കിൽ ഇടിക്കുകയും ചവിട്ടുകയും തല്ലുകയും തള്ളിയിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, സ്വന്തം കുഞ്ഞുങ്ങളെ, പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയോട് പിന്നീട് ക്ഷമിച്ചും സഹിച്ചും ആ വ്യക്തി തന്നെ ജീവിതത്തിൽ വേണമെന്ന് വിചാരിക്കുന്നത് എന്തുതരം മാനസികാവസ്ഥയാണ് നമ്മൾ അന്തം വിട്ടുപോകും. സത്യത്തിൽ എന്തൊക്കെ കുറ്റങ്ങൾ ഈ ഷാനിനെ കുറിച്ച് നജ്ല തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഓന്തില്ലേ, ഓന്തിനെക്കാട്ടിലും കഷ്ടത്തിൽ നിറം മാറുന്ന, ഒറ്റ സെക്കൻഡിൽ നിറം മാറുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത്രയും മോശം ഒരു കാര്യമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഷാനുമായിട്ട് കോംപ്രമൈസ് ആയി എന്നുള്ളതോ ഒക്കെ പോട്ടെ, ഈ പെണ്ണ് ഗർഭിണിയാണ്, ഷാനാണ് അതിന്റെ ഉത്തരവാദി, കുട്ടിയെ ഒറ്റയ്ക്ക് വളർത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്റെ എല്ലാ മക്കൾക്കും വാപ്പ വേണം, അതുകൊണ്ട് ഓരോ ഭർത്താക്കന്മാരിലും ഉണ്ടായ മക്കൾക്കെല്ലാം കൂടെ വാപ്പയാണ് ഇപ്പൊ ഈ പറയുന്ന ഷാൻ എന്ന് പറയുന്നത്. ഇവര് കല്യാണം കഴിച്ചു, ഇങ്ങനെ പ്രശ്നങ്ങളായി, ഒഴിവാക്കി, വീണ്ടും ഒന്നിച്ചു, അതൊക്കെ ഇപ്പൊ ചാനലിലൂടെ വന്നിട്ട് ഈ ഷാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന തിരക്കിലാണ് ഈ പറയുന്ന നജ്ല എന്ന് പറയും. വരുന്നു, ഷാന് മക്കളെ പൊന്നുപോലെയാണ് നോക്കുന്നത്, പണ്ടും പൊന്നുപോലെയാണ് നോക്കിയിരുന്നത്. മിച്ചറും പാക്കറ്റ് കൊണ്ടുകൊടുക്കും, ചിപ്സിന്റെ പാക്കറ്റ് കൊണ്ടുകൊടുക്കും, നീണ്ട സിഗരറ്റ് മിഠായി കൊണ്ടുകൊടുക്കും. ഇവർക്കൊന്നും ഉളുപ്പും നാണവും മാനവും ഒന്നും ഇല്ലേന്ന് നമ്മൾ ചിന്തിച്ചു പോവാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഭർത്താവ്? നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് അധ്വാനിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ലേ? അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പൊക്കൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പൊക്കൂടെ? ഇവരൊക്കെ റബ്ബർ വെട്ടിയൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് മക്കളെ വളർത്തിക്കൂടെ? എന്തിനാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഇത്രയും വൃത്തികെട്ട സ്വന്തം ജീവനും കുട്ടികളുടെ ജീവനും അപകടത്തിലാക്കാൻ, എപ്പോ വേണമെങ്കിലും അപകടത്തിലാക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഈ ഭർത്താവ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടിടക്കുന്നത്. ഇപ്പൊ നജ്ല പറയുന്നത് ഷാന് മദ്യപാനം എല്ലാം നിർത്തി, ഒരാഴ്ചയായിട്ട് ഷാൻ മദ്യപിക്കുന്നില്ല എന്നുള്ളതാണ്. ഷാൻ വിവാഹത്തിന് മുൻപേ എല്ലാവരും പറഞ്ഞിരുന്നു ഷാൻ ഭയങ്കര മോശം മദ്യപാനാണ്, കുടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും നജ്ല പറഞ്ഞിരുന്നത് ഷാൻ എല്ലാം മദ്യപാനം നിർത്തി, ഇനി മദ്യപിക്കുകയില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആദ്യൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ ഇപ്പോൾ വളരെ എന്തോ അസുഖങ്ങളായിട്ട് മോശം സ്റ്റേജിൽ കിടക്കുകയാണ്, അതിൽ കുട്ടിയുണ്ട്. ആ ഒരു വ്യക്തിയെ ആ ഒരു ഭാര്യയെ തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യനെയാണ് ഈ സ്ത്രീ, ഈ നജ്ല എന്ന് പറയുന്ന സ്ത്രീ വിശ്വസിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെയൊക്കെ ജീവിതം കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു പാഠം പഠിക്കാൻ, ഇവരൊന്നും ഒരിക്കലും പാഠം പഠിക്കും തോന്നില്ല, പക്ഷെ കാണുന്ന ആളുകളെങ്കിലും പാഠം പഠിക്കണം. ഒരു ഭർത്താവ് എന്നുള്ളത് ജീവിതത്തിൽ അത്ര അത്യാവശ്യം
ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. അത്യാവശ്യമുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നല്ല സ്നേഹമുള്ള ഒരു പാർട്ട്ണർ എന്നുള്ളത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഭർത്താവ് എന്താണ് ഇത്ര അത്യാവശ്യം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നജില ഇപ്പോൾ ഭയങ്കര കാര്യമായിട്ട് ഷാൻ തിരിച്ചു വന്നു. ഷാൻ മിച്ചറും പാക്കറ്റ് വാങ്ങിക്കൊണ്ടു കൊടുക്കുന്നു, ഷാന് മിഠായി വാങ്ങിക്കൊണ്ടു കൊടുക്കുന്നു. ഷാൻ കുളിക്കാൻ കയറി ഇറങ്ങുമ്പോൾ മക്കളെ എല്ലാം കണ്ട ശേഷമേ ജോലിക്ക് പോവുള്ളൂ. ഇപ്പൊ എന്തോ ഭയങ്കര ജോലിയാണ്, ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം എന്തോ ഭയങ്കരമാണ്, അതൊക്കെ വീട്ടിൽ തരുന്നു. പിന്നെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നു, മക്കൾ തിന്ന് ജീവിക്കണം എന്ന് പറയുന്നു. നാളേക്ക് വേണ്ടി കരുതി വെച്ചില്ലെങ്കിലും മക്കൾ നല്ലോണം ജീവിക്കണം എന്ന് പറയുന്നു. ഈ കുട്ടി, നജലയുടെ കുട്ടി വെള്ളം കൊണ്ടു കൊടുത്തപ്പോൾ പൈപ്പിൽ നിന്ന് എടുത്ത് കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് 10 വയസ്സുള്ള കുട്ടി അതിനെ പിടിച്ച് ചെവിയിൽ ആ വെള്ളം ഒഴിച്ച ഈ ദുഷ്ടനായിട്ടുള്ള ഷാനിനെയാണ് ഈ പുകഴ്ത്തണെന്ന് ഓർക്കണം. കാണുന്ന ആളുകൾക്കൊന്നും എന്താ ബുദ്ധിയും ബോധവും ഇല്ല എന്നാണ് അവരൊക്കെ വിചാരിക്കുന്നത്. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. നജില പ്രസവിക്കുന്നവരെയൊക്കെ ചിലപ്പോൾ അത്രയും പോകുന്നൊന്നും തോന്നില്ല. 2-3 മാസം കഴിയുമ്പോൾ നജില വീണ്ടും വരും. അയ്യോ ഷാൻ ഭയങ്കര കുടിയാണ്, ഷാൻ അങ്ങനെ ചെയ്തു, ഷാൻ ഉപദ്രവിച്ചു, ഷാനെ ഇനി മേലാൽ നീ ഇങ്ങോട്ട് കയറരുത് എന്നൊക്കെ. ഇതൊക്കെ ഇവർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഈ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്? വരുമാനത്തിനാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. എന്തായാലും ഈ പറയുന്ന നജിലയുടെ മോണിറ്റൈസേഷൻ അടിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ഇവർക്ക് ഒരു പോസിറ്റീവ് കമന്റ് പോലും വരുന്നില്ല, എല്ലാം നെഗറ്റീവ് കമന്റുകളാണ്. കാണുന്ന ആളുകൾക്ക് ഉണ്ടല്ലോ വെറുത്തു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ വന്നിട്ട് ഈ ചാനലിലൂടെ പറയുന്നത്. നമുക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ തൊലി വരെ ഉരിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ നാടകത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഷാനും നജ്ലയും ഭയങ്കര മാതൃകാ ദമ്പതികളായിട്ട് വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കാണാം. ഷാന് വീണ്ടും മദ്യപിക്കുന്നു, പോകുന്നു, വരുന്നു, വേറെ ആരുടെ അടുത്ത് പോകുന്നു എന്ന് പറയുന്നു, ഈ നജ്ല വന്നിട്ട് കരയും. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാവുന്നതേ ഉള്ളൂ. എന്തായാലും കഷ്ടം തോന്നുകയാണ്. ആരും ഇവരൊന്നും അനുകരിക്കരുത് എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.